ജോ, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സൂ കാണാൻ പോവാണോ? അപ്പൊ ഇന്ന് ജോയുടെ സ്കൂൾ വെക്കേഷൻ അല്ല, അപ്പൊ നമ്മള് കാര്യമായിട്ട് എവിടെയാ പോയില്ലായിരുന്നേ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ തുറക്കും. അതിന് മുന്നേ ജോയ്ക്ക് സൂയിൽ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സൂയിലേക്ക് പോവാണ്. അത് അടിപൊളി സൂ ആണ്. നമുക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് എൻകൗണ്ടേഴ്സ് ഒക്കെ നടത്താം അല്ലേ, ആനിമൽ എൻകൗണ്ടേഴ്സ്. അപ്പൊ ജോ സ്നേക്കിനെ പിടിക്കണം, അതിനെ പിടിക്കണം, ഇതിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോണത്. ലോങ് ജേർണി, നമ്മൾ കുറച്ച് ദൂരെയുള്ള ഒരു സൂല പോകുന്നല്ലേ. ഇവിടെ നമുക്കൊരു 2.5 hours ഉണ്ടല്ലേ. അതെ അതെ. അപ്പം അവിടെയാണ് നമ്മുടെ സൂ. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചാലോ? നമ്മൾ എന്നാക്കിയാ കാണാനുള്ളതെന്ന്. ഇപ്പൊ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ടല്ലേ നമുക്ക്. 8:30 ഒരു 10:30 ആവും അടുത്തുമ്പോ അല്ലേ? 11 മണി കഴിയും. ആണോ? ഓക്കെ, ശരി എന്നാ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമ്മള് പോകാൻ പോകുന്നത് നമ്മുടെ ഈ സൂവിന്റെ പേര് ബേർഡ് ലാൻഡ് ആനിമൽ പാർക്ക് എന്നാണ് കേട്ടോ. യെസ്, 159 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. 159 കിലോമീറ്റർ. അപ്പം 10:40 അവിടെ എത്തുന്നത്. ശരിക്കും നമുക്ക് ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറിന് പോകുന്ന പോലെയാ. അങ്ങനത്തെ വഴിയാ. സ്ലോയിലേ പോവാൻ പറ്റുള്ളൂ അല്ലേ, അത്ര സ്പീഡിൽ പോവാൻ പറ്റത്തില്ല. 159 കിലോമീറ്റേഴ്സ്. അവർ അല്ലടാ, ഓൾമോസ്റ്റ് 2.5 hours എടുക്കും. ഓക്കെ ജോ, അവിടെ പോയി അനിമൽസിനെ കാണുമ്പോ ജോ പേടിച്ച് ഓടുകൂടാ? ഇല്ല. അപ്പൊ നമ്മള് ഒന്ന് ചെറുതായിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി കേറുവാ കേട്ടോ. അല്ലേ ജോക്കുട്ടാ? ജോക്കുട്ട അപ്പത്തേക്ക് ബെൽറ്റ് ഒക്കെ അയച്ചിരുന്നോ? ഇരിക്ക്. അപ്പൊ ഇവിടെ നമ്മള് തന്നെയാണ് കേട്ടോ പെട്രോൾ അടിക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ട് നമ്മൾ പേ ചെയ്താൽ മതി. നമ്പർ ഏത് നമ്പറാന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ അടിക്കുവാണ്. പിച്ചായൻ്റെ നീ പേ ചെയ്യാൻ പോകും. അവിടെ പോയിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. അപ്പം ഇതിനകത്ത് നമുക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തത് കണ്ടോ, ഒരു കോഫി മെഷീൻ കാണാം. കണ്ടോ? യാ. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ചെറിയ സ്നാക്സും അതുപോലെ തന്നെ ബോട്ടിലിൽ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്ക്സും കോഫിയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ആനിമൽ പാർക്കിൽ എത്താറായി. 2-3 മിനിറ്റ്സ് കൂടെ ഉള്ളു കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ്. കുറെ ബീച്ചുകളൊക്കെ ഈ സൈഡിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു തിരക്കും ഉണ്ട്. കാരണം സ്കൂൾ ഹോളിഡേസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇതൊരു കണ്ടോ, ബീച്ചുണ്ട് കേട്ടോ. കുറെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമ്മള് സൂവിന്റെ അകത്താ കയറുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ബീച്ചാണ്. കുറെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നല്ലൊരു ഏരിയ അല്ലേ. എപ്പോഴും ബീച്ച് സൈഡ് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ബോട്ടുകൾ അതുപോലെ ഈ ഒരു സീ ഷോറിൽ കൂടെ നടക്കാനും ആ ഒരു ഏരിയയും ഒക്കെ കാണാൻ ഭയങ്കര രസം. ഒരുപാട് അപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. കണ്ടു ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. ബീച്ച് വ്യൂ കൊടുത്തിട്ട് അപ്പാർട്ട്മെന്റ്സ് കണ്ടോ. ഇവിടെ കൂടുതലും ഹോളിഡേ റിസോർട്ടുകളൊക്കെ അല്ലേ ഈ ഏരിയയിലുള്ളത്. അതെ, അവിടെ സെക്കൻഡ് ബീച്ച് കണ്ടോ, അടുത്ത ബീച്ച്. ഒരുപാട് ബീച്ചുകളുണ്ട്. എനിക്കൊന്ന് ഇവിടെ 5-6 ബീച്ചോളം ഉണ്ട് ഈ സ്ഥലത്ത്, പല ടൈപ്പില്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഈ ബീച്ചിൽ പണ്ട്. അനീത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ബീച്ചില്. ഇപ്പൊ എത്തൂടാ. കൊറേ ബോട്ടുകൾ കണ്ടോ? എന്ത് ടൈപ്പ് ബോട്ടാന്ന് ചോദിക്കറിയാമോ? ഇങ്ങനെ
ഒത്തിരി ബോട്ടുണ്ട് കണ്ടോ. അതെ അതെ. ഇതാണ് നമ്മുടെ ബേർഡ് ലാൻഡ് കേട്ടോ. ബേർഡ് ലാൻഡ് ആനിമൽ പാർക്ക്. അയ്യോ എന്തൊക്കെയാ ഫോൺ കുലുങ്ങുക. അയ്യോ ഭയങ്കര തിരക്കാട്ടോ നമ്മള്. ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ ജോ. അപ്പൊ നമ്മള് ഫൈനലി ബേർഡ് ലാൻഡ് ആനിമൽ പാർക്കിൽ എത്തി കേട്ടോ. കേറാം നമുക്ക്. എന്നാ പിന്നെ നമുക്ക് കേറാം. ഇവിടെ എൻകൗണ്ടർ ഉണ്ട് കേട്ടോ. എൻകൗണ്ടറോ? ഹാൻഡ്സ് ഓൺ ഡിസ്പ്ലേസ്. വോംബാറ്റ്സിനെയും സ്നേക്സിനെയും നമുക്ക് തൊടാം. 11:30 AM. അപ്പൊ സമയം ഏകദേശം 11 പിന്നെ മമ്മി ഈ ആനിമൽസ് എല്ലാം കണ്ടോ? ആനിമൽസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ജോ എക്സൈറ്റഡ് ആണോടാ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? $66. Would you like food to feed the animals? Yes. Yes. You can feed all of the animals except for the wombats. Okay. Alright, and nothing in tanks up here, but everything else you can feed. So I can't feed the wombats or the things in the tank? That's right, but you can feed everything else. So there's ostrich, there's emu, there's kangaroos, there's birds. Wonderful. Alright, there's And lots only to feed. ball. Only. Thank you. Thank you. Alright. And do you want to meet our snake at 11:30? Yeah. Alright, that'll be just across there in the display area. And after that, we'll do a talk with Dolly the Wombat. Okay, thank Gonna be you. very busy. That like it's gonna be a very big There's a queue. few in this morning. Oh, okay. Yeah, there's quite a few in this morning. Alright. Thank you. Come on. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. ജോ കാണിച്ചേ. Look at all those things in the tank. അങ്ങനെ നമ്മളിതേ നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കേറി അല്ലേ ജോക്കുട്ടാ? ഇത് ഫുഡിന്റെ കാര്യം പറഞ്ഞേ. ഇതെന്നതാ ഇത്? ഇത് ഫുഡാണ്. ആ. പക്ഷെ ടാങ്കിനകത്തുള്ള എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ വോംബാറ്റ്സിനും കൊടുക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവർക്കും കൊടുക്കാം. കൊടുക്കാം. Yeah. അതെ ജോ ഭാഗത്ത് കാണിച്ചു കൊടുത്തത് ഏത്? First, ആൾക്കാരൊക്കെ ഇരിക്കുന്ന I'll കാണിച്ചു കൊടുത്തേ. give you a tour. ജോക്കുട്ടാ ഈ ചുമ്മാ കളയല്ലേ ഫുഡ് കേട്ടോ. അവിടെ അപ്പുറം കൊടുക്കണം. ഓസ്ട്രിച്ചിനും ഉണ്ട്, എമ്മും ഉണ്ട്, അവർക്കെല്ലാം കൊടുക്കണ്ടേ? പിന്നെ എവിടെയാ animals? ഇപ്പൊ നമുക്ക് സ്നേക്കിനെ എടുത്തോണ്ട് വരും. പൈത്തൺ. Yeah, പൈത്തനെ തൊടണോ? yeah. എനിക്ക് തോലയിടണം. അയ്യോ ഇവന് തോളലിടണമെന്ന് പൈത്തണ്ണെ. പേടിയില്ലടാ? No, പേടിയില്ല. no. നമുക്ക് നോക്കാം കേട്ടോ. അടുത്തേക്ക് വരുമ്പോൾ ജോയുടെ റിയാക്ഷൻ എന്ത്. ഇപ്പോൾ ജോ പറയണ ജോയ്ക്ക് തൊടണം, തോളയിലും ഇടണം എന്നാണ് പറയുന്നത്. ഇനി വന്നു കഴിയുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. Now, as it does that, the snake will just coil tighter and tighter around it until they just eventually pass out. Other times, they're crushed under the weight of the snake. But it just depends again on how big the animal is they're going for. Now, in the wild, they will go for possums, sometimes other snakes, rabbits, rats. പുള്ളി ചോദിച്ചേ പാമ്പിനെ തോളലിടാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ. ചാടി എഴുന്നേറ്റ് ജോ കേട്ടോ. നമുക്ക് നോക്കാവേ. നോക്കാം കേട്ടോ. Yeah. If I get scared, won't be able to get scared. Hold him. Up straight, nice and strong. There you go. That was weird. It was so ജോ How do you feel? Now, Good. if you do have them as pets, you got to make sure that once they go to the toilet, you clean it up as soon as you can while it's still wet. No. Mainly because with these guys and most other snakes, the white part of their feces is actually toxic to us once inhaled. So Has he had any food recently? Is he full? no, so coming into winter, we try and actually stop feeding them every so often. So a lot of the time we feed them twice a week. Right. Now, Twice a week only. Yeah. Now, it depends on what we feed them. So if we feed them the small mice that are the same ones from out the tank Yeah. at the front, we ഇവിടെ അവിടെ ഒരു ലിസർഡ് പിന്നെ ഇവിടെ കുഞ്ഞു എലികൾ തിന്നാനുണ്ട് വെള്ളവുമുണ്ട് പിന്നെ ഇവിടെ ദേ, ഫ്രോഗ് Green tree frog. പിന്നെ ഇതിനകത്ത്
സ്റ്റിക്ക് ഇൻസെക്ട്. സ്റ്റിക്ക് ഇൻസെക്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്തുവാണോ അത് സ്റ്റിക്ക് ഇൻസെക്ട്? എവിടെയെങ്കിലും ആയിരിക്കും. ഇതാണെന്ന് തോന്നുന്നു. അതാണ് സ്റ്റിക്ക് ഇൻസെക്ട്. Mom, I want to feed it. It's talking. Huh? Cockatoo. Mom, I want to. Hey, ഇപ്പൊ ഹലോ പറയാൻ നോക്കാം. ഹലോ കണ്ടോ? Hello, my dear cockatoo. Mommy, അത് നോക്ക്. മണ്ടേനോട് ഡെപ്പാനാകട്ടെ. കൊടുക്കടാ ശകലം കൊടുക്ക. നീ ഇട്ട് കൊടുക്ക അങ്ങോട്ട്. മതി. നമുക്ക് എല്ലാ ആനിമൽസിനും കൊടുക്കണോട്ടോ. ഇതിന് മാത്രം കൊടുത്ത് തീർന്നു പോവും. Mom, let's go there. അങ്ങോട്ട് പോവാൻ ജോടെ വരും തോന്നുന്നു. ഇത് ബേർഡിന്റെ പേര്. ഓ എടാ ഇതിന്റെ പേരറിയാമോ? ലാഫിംഗ് കുക്കബുറ. കുക്കബുറ. എന്റെ സൗണ്ട് കേട്ടോ, ചിരിക്കുന്ന പോലെയല്ലേ? അതെ. I heard this book, but I heard a book like this. Can you feed it? Yeah. Okay. And there's an emu. ദേ യമോനെ കണ്ടോ? യമു. Emu. ദേ നിക്കണു. നല്ല വലുപ്പമുണ്ടല്ലേ? ഇതാണ് എമു. ആ നോട്ടം കണ്ടോ? ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. പക്ഷെ മമ്മി നോക്ക്, അപ്പുറം ആൽപാക്ക. ആൽപാക്കസ് ദേ കണ്ടോ? ഇതിനെ കണ്ടോ? നല്ല രസമുണ്ട് ഇവരെ കാണാനേ. Oh, running. അത് റൺ ചെയ്യുമ്പോ എന്നെ ശബ്ദം നോക്കിയേ. പുള്ളിമാനാണോ? പുള്ളിമാൻ. ജോ കണ്ടോടാ? മാൻകുട്ടികളെ കണ്ടോ? മാൻകൂട്ടം. Yeah. പുള്ളിമാനാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും ദേഹത്ത് ഓരോ പുള്ളിയുണ്ട് കേട്ടോ. ഓരോ പുള്ളിയല്ല, കുറേ പുള്ളികളുണ്ട്. ഇത് നമ്മുടെ വാലബിയാണ്. വാലബി. Yeah, wallabies. ദേ Wallaby. പോണു. It's the biggest bird. അമ്മ ഒരു ബ്രേവ് ആണല്ലേ. എനിക്കൊരു ചെറിയ പേടിയുണ്ട് ആഞ്ഞി ഇങ്ങോട്ട് വരുമോന്ന്. ദേ പോണു. Hello, who's the goody gaga? വാ തുറക്കണു. ജോ കണ്ടോ ഓസ്ട്രിച്ചിനെ? Yeah. അപ്പൊ ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇത് കാങ്കറൂസിന്റെ ഏരിയ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അവർക്ക് ഫീഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിനകത്ത് നമുക്ക് കയറാം, നോക്കാൻ വല്ലവരും ഉണ്ടോന്നേ. ബാ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് പേടിയാ. ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെയല്ലടാ ട്രൈ ചെയ്യുന്നേ. ജോയ്ക്ക് പേടിയാ അതിന്റെ അടുത്തിരിക്കാൻ, പക്ഷെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഓക്കേ. എനിക്ക് തൊടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തൊടുമ്പോ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ടേ. ഇതൊന്നും എഴുതി വെച്ചു. ഇന്ന് ഇച്ചാൻ തൊട്ട് കാണിച്ചേ. ഞാൻ ക്യാമറ പിടിക്കല്ലേ? ഞാൻ ക്യാമറ പിടിക്കാൻ തൊടാവോ? കുറച്ചൊന്നും അടുത്ത് നിന്നേടാ കുട്ടാ. അവരൊന്ന് എണീപ്പിച്ച് നിർത്തിക്കേ. ഇച്ചായ ഞാൻ ക്യാമറ പിടിക്കും, ഇച്ചാൻ തൊടുവോ? ഇല്ല, ഇപ്പൊ തൊടുന്നില്ല ഞാന്. അതിനാ ഇവിടെ ഫുള്ള് ഉണ്ട് കേട്ടോ അവന്മാര്. അപ്പൊ ഇവിടെ കാങ്കറു റെസ്റ്റ്. എഴുന്നേക്കുന്നു. ജോ പോണ്ട, അവനൊന്നും ചെയ്യത്തില്ലടാ. ഷാർപ്പ് ക്ലോസ് ഉണ്ട്. എന്ന് വെച്ചാ എന്തുവാടാ? ഷാർപ്പാണോ? ആ മാണ്ടും. ആ പിന്നെ മാണ്ടിനൊരു പപ്പ കണ്ടിട്ടില്ല ഇതുവരെ കാൻഗറൂസ് മാന്തുന്ന. അത് ഞാൻ ഈ കാങ്കറു പപ്പയുടെ മേത്തില്ല. അപ്പോളോ നീ എന്നാ പറഞ്ഞു വിട്ടോ. ആണോ? ഹലോ കാങ്കറു, വാ വാ. പുറത്തേക്ക് കാങ്കറു പപ്പയുടെ മേത്തേക്ക് വാ വാ. അപ്പൊ അങ്ങനെ നമ്മുടെ ചെറിയ സൂ ഒക്കെ കണ്ടല്ലേ. ജോക്കോട്ടിനെ ഇഷ്ടപ്പെട്ടോടാ? ജോക്കോട്ടെ എന്തായാലും പാവനെ കഴുത്തിട്ടു ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീട്ടിട്ട് പോവാ അല്ലേ? പോവാം വീട്ടിലോട്ട്. അതെവിടെ നിക്കണോ? വീട്ടിൽ പോണം. അപ്പൊ ശരി, എന്നാ നമ്മളിനി പതുക്കെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നാണ് ചോദിക്കട്ടെ? അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.